അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നരകത്തിലേക്കുള്ള ഒരാളുടെ ഭീകരമായ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നരകത്തിൻ്റെ ഭീകരതകളും നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു ഭയാനകരമായ യാത്ര. യാത്രകൾ എപ്പോഴും ഉല്ലാസത്തിനുള്ളതാണ്. എന്നാൽ പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ലാത്ത, ലഗേജുകളില്ലാത്ത, തികച്ചും അപ്രതീക്ഷിതമായി പുറപ്പെടേണ്ടി വരുന്ന ഒരു യാത്രയുണ്ട്. മനുഷ്യന്റെ ഭാവനകൾക്കും അപ്പുറത്തുള്ള ഭയാനകമായ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന ഒരിടത്തേക്കുള്ള വല്ലാത്ത യാത്ര. അതാണ് ജഹന്നം അഥവാ നരകം. മടങ്ങി വരവില്ലാത്ത ആ യാത്രയുടെ വിറപ്പിക്കുന്ന വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത ആ ലോകത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. യാത്ര ആരംഭിക്കുന്നത് വീട്ടുമുറ്റത്ത് നിന്നോ എയർപോർട്ടിൽ നിന്നോ ഒന്നുമല്ല. അത് നമ്മുടെ സ്വന്തം കിടപ്പുമുറിയിൽ നിന്നാണ്. മലക്കുൽ മൗത്ത് എന്ന മരണത്തിൻ്റെ മാലാക നമ്മുടെ ജീവനെടുക്കാൻ വരുന്ന നിമിഷം. അതുവരെ നാം പടുത്തുയർത്തിയ സ്വപ്നങ്ങളും സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളും സ്നേഹിച്ച കുടുംബവുമെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന വേദന. ജീവനുള്ള ഒരു പക്ഷിയുടെ തൂവലുകൾ ഓരോന്നായി പിഴുതെടുക്കുന്നതിനേക്കാളും കഠിനമാണ്. അങ്ങനെ കഫൻ എന്ന വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഖബർ എന്ന ഇരുണ്ട കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നമ്മെ തനിച്ചാക്കി ബന്ധുക്കൾ മടങ്ങുകയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. ഖബറിലെ ഏകാന്തവാസത്തിന് ശേഷം ഇസ്രാഫീൽ മാലാഖയുടെ കാഹളം മുഴങ്ങുന്നുണ്ട്. മഹ്ശറ എന്ന മഹാസമ്മേളന ഭൂമിയിൽ മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ സൂര്യൻ തലക്കു മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വിയർപ്പിൽ മുങ്ങിത്താഴുന്ന ജനസഞ്ചയം. ഓരോരുത്തരും അവരവരുടെ കർമ്മപുസ്തകവുമായി വിറച്ചു നിൽക്കുന്നു. വിചാരണയുടെ ഫലപ്രഖ്യാപനം കാത്തു നിൽക്കുന്നു. നിർഭാഗ്യവാന്മാരായ പാപികൾക്ക് അവരുടെ കർമ്മപുസ്തകം ഇടതു കൈയിലാണ് ലഭിക്കുന്നത്. അതാണ് നരകത്തിലേക്കുള്ള ടിക്കറ്റ്. പിന്നീട് യാത്രയുടെ ഏറ്റവും ദുഷ്കരമായ ഘട്ടമാണ് സിറാത്ത് എന്ന പാലം. നരകത്തിന് കുറുകെ നിർമ്മിക്കപ്പെട്ട മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ പാലം. പാപികൾ അതിലൂടെ കയറുമ്പോൾ കാലുകൾ വിറക്കാൻ തുടങ്ങും. താഴെ അഗാധമായ ഗർത്തത്തിൽ നിന്ന് നരകത്തിന്റെ അലർച്ച കേൾക്കാം. വെളിച്ചമില്ലാത്ത കൂരിരുട്ടിൽ അവർ കാലിടറി താഴേക്ക് വീഴുന്നു. 70 വർഷം കൊണ്ട് ഒരു കല്ല് താഴേക്ക് പതിച്ചാൽ പോലും അടിത്തട്ടിലെത്താത്തത്ര ആഴമുള്ള ഗർത്തം. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത തരം കുറ്റവാളികൾക്കായി തരംതിരിക്കപ്പെട്ടവ. കവാടത്തിൽ നിൽക്കുന്ന കാവൽക്കാരനായ മാലിക് എന്ന മാലാഖയുടെ മുഖത്ത് ഒരിക്കലും ചിരി വിരിയാറില്ല. അള്ളാഹുവിൻ്റെ കോപം ആ മുഖത്ത് പ്രകടമാണ്. നരകമെന്നത് വെറും ഒരു തീക്കുണ്ടാരമല്ല, അതൊരു ജീവനുള്ള രാക്ഷസനെ പോലെയാണ്. പാപികളെ കാണുമ്പോൾ അത് കോപം കൊണ്ട് തിളച്ചു മറിയുകയും അലറുകയും ചെയ്യുന്നു. ദൂരെ നിന്ന് അതിൻ്റെ ഇരമ്പം കേട്ട് യാത്രക്കാരുടെ ഹൃദയം പോലും നിലച്ചുപോകും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വർണ്ണിക്കാൻ വാക്കുകൾക്ക് പോലും ശക്തിയില്ല. ഭൂമിയിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള കറുത്തിരുണ്ട അഗ്നിയാണ് അവിടെയുള്ളത്. വെളിച്ചമില്ലാത്ത തീ. അവിടെയുള്ള നിഴലുകൾ പോലും കറുത്ത പുകയുടെ നിറമാണ്. ചൂട് കൊണ്ട് ചർമ്മം ഉരുകിപ്പോകുന്നുണ്ട്. പക്ഷേ മരണം അവിടെയില്ല. തൊലി വെന്തുരുകുമ്പോഴെല്ലാം അള്ളാഹു അവർക്ക് പുതിയ തൊലി നൽകുന്നുണ്ട്. വേദന വീണ്ടും വീണ്ടും അനുഭവിക്കാൻ വേണ്ടി മാത്രം. നരകത്തിലെ ഭൂപ്രകൃതി വിചിത്രവും ഭയാനകവുമാണ്. അവിടെ ജുബ്ബുൽ ഹുസിൻ, ദുഃഖത്തിൻ്റെ കിണർ എന്നൊരു സ്ഥലമുണ്ട്. നരകാവകാശികൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്ര ഭീകരമായ സ്ഥലം. അവിടെ വൈൽ എന്നൊരു താഴ്വരയുണ്ട്. നിസ്കാരം ഉപേക്ഷിച്ചവർക്കും അശ്രദ്ധമാക്കിയവർക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണത്. അവിടെയുള്ള പാമ്പുകളും തേളുകളും സാധാരണ വലിപ്പമുള്ളവയല്ല. കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും വലിപ്പമുള്ള വിഷം ചീറ്റുന്ന ജീവികൾ. അവയുടെ ഒരു കൊത്തുകൊണ്ടാൽ പോലും വർഷങ്ങളോളം അതിൻ്റെ വിഷവേദന ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഓരോ പാപത്തിനും അവിടെ പ്രത്യേക ശിക്ഷാമുറകളുണ്ട്. പരദൂഷണം പറഞ്ഞവർ സ്വന്തം നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചും മാന്തി പൊളിക്കുന്നു. പലിശ തിന്നവർ വലിയ വീടുകൾ പോലെയുള്ള വയറുകളുമായി രക്തത്തിൻ്റെ നദിയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. കരക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മലക്കുകൾ കല്ലെറിഞ്ഞവരെ വീണ്ടും വീണ്ടും ആ രക്തപ്പുഴയിലേക്ക് തള്ളിയിടുന്നു. അഹങ്കാരികൾ ഉറുമ്പുകളുടെ വലിപ്പത്തിൽ മറ്റുള്ളവരുടെ കാലുകൾക്കിടയിൽ ചവിട്ടിയരക്കപ്പെടുന്നു. ആത്മഹത്യ ചെയ്തവർ ഭൂമിയിൽ വെച്ച് എങ്ങനെയാണോ മരിച്ചത് അതേ പ്രവൃത്തി അനന്തമായി അവിടെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നരകാവകാശികൾക്ക് വിശക്കുമോ? അതെ, സഹിക്കാൻ കഴിയാത്ത വിശപ്പും ദാഹവും അവർക്കുണ്ടാവും. ഭക്ഷണം ചോദിച്ച് കരയുമ്പോൾ
അവർക്ക് ലഭിക്കുന്നത് സഖൂം എന്ന മരത്തിന്റെ കായ്ക്കനികളാണ്. പിശാചുക്കളുടെ തലകൾ പോലെ വികൃതമായ കായ്ക്കനികൾ തിന്നാൽ വയറ്റിലുരുകിയ ചെമ്പ് പോലെ അത് തിളച്ചു മറിയും. തൊണ്ടയിൽ മുള്ളുകൾ പോലെ അത് കുടുങ്ങിക്കിടക്കും. ഇറക്കാനും കഴിയില്ല, തുപ്പാനും കഴിയില്ല. ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് വെള്ളം വെള്ളം എന്ന് അലമുറയിടുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഹമീം എന്ന തിളച്ച വെള്ളമാണ്. അത് മുഖത്തോടടുപ്പിക്കുമ്പോഴേക്കും മുഖത്തെ മാംസം വെന്തുരുകി അതിലേക്ക് വീഴും. അത് കുടിച്ചാലോ കുടൽമാലകൾ കരിഞ്ഞുരുകി മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരും. കൂടാതെ നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും കലർന്ന ഗിസിലീൻ എന്ന അറപ്പുളവാക്കുന്ന പാനീയവും അവിടെ ലഭ്യമാണ്. ശാരീരിക വേദനയേക്കാൾ വലുതാണ് അവിടെ അനുഭവപ്പെടുന്ന മാനസിക വേദന. നരകത്തിന്റെ മതിലുകൾക്കപ്പുറത്ത് സ്വർഗമുണ്ട്. സ്വർഗാവകാശികൾ ആനന്ദത്തിൽ കഴിയുന്നത് ഇവർക്കറിയാൻ കഴിയും. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരാമോ? അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് നൽകാമോ എന്ന് നരകാവകാശികൾ സ്വർഗവാസികളോട് കെഞ്ചുകയാണ്. എന്നാൽ അള്ളാഹു അത് സത്യനിഷേധികൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന മറുപടിയാണ് അവർക്ക് ലഭിക്കുക. അവർ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ച് കരയും, ഞങ്ങളുടെ നാഥനോട് ഞങ്ങളെയൊന്നും മരിപ്പിച്ചു തരാൻ പറയാമോ? ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മാലിക് നൽകുന്ന മറുപടി ഇതാണ്, ഇല്ല, നിങ്ങളിവിടെ എന്നെന്നും കഴിയേണ്ടവരാണ്. ഭൂമിയിൽ വെച്ച് അഹങ്കാരത്തോടെ നടന്നവർ, പാപങ്ങളെ ഉപദ്രവിച്ചവർ, മാതാപിതാക്കളെ കരയിപ്പിച്ചവർ, സൃഷ്ടാവിനെ മറന്നവർ, അവരെല്ലാം അന്ന് പരസ്പരം ശപിച്ചുകൊണ്ടിരിക്കും. നീ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത് എന്ന് സുഹൃത്തുക്കൾ തമ്മിൽ തല്ലുകൂടും. എന്നാൽ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരു പഴുതുമില്ലാത്ത ഇരുണ്ട ലോകമാണത്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഭയം തോന്നുന്നുണ്ടെങ്കിൽ, കണ്ണുകൾ നനയുന്നുണ്ടെങ്കിൽ അറിയുക, ഇതൊരനുഗ്രഹമാണ്. കാരണം നിങ്ങൾ ഇപ്പോഴും ഭൂമിയിലാണുള്ളത്. നിങ്ങളുടെ ശ്വാസം നിലച്ചിട്ടില്ല. ആ ഭയാനകമായ നരക കവാടം നിങ്ങൾക്ക് മുന്നിൽ കുട്ടിയടക്കപ്പെട്ടിട്ടില്ല. ഈ യാത്രാവിവരണം ഒരു കെട്ടുകഥയല്ല, മറിച്ച് പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് നൽകിയ ശക്തമായ താക്കീതാണ്. ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇനിയും അവസരമുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ മതി വർഷങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ. ഒരു സുജൂദ് മതി സ്വർഗത്തിലേക്ക് ഒരു പടി അടുക്കാൻ. അതുകൊണ്ട് ഈ സാങ്കല്പിക യാത്രയോടെ അവസാനിപ്പിച്ച് നമുക്ക് യഥാർത്ഥത്തിലേക്ക് മടങ്ങാം. ഇനിയുള്ള ജീവിതം ആ കറുത്ത തീയിൽ എരിഞ്ഞു തീരാതിരിക്കാനുള്ള മുൻകരുതലായി മാറ്റാം. അള്ളാഹു നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആ അഗ്നി പരീക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.